BJP ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ എഗെയിൻ ഞാൻ എന്നും എനിക്ക് ഒരു പ്രാവശ്യം കാലിലോട്ട് വന്നിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ആ പ്രധാനമന്ത്രി നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി സാബ് ഭരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ കാണാണ് എന്താണ് അദ്ദേഹം കൊടുത്ത ഓർഡർ. ഓക്കെ, കാർഗിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടി, പട്ടാളക്കാർ കയറി, നമ്മൾ 522 പട്ടാളക്കാർ മരിച്ചു, അവരൊരു 3000 ചില ആളുകളെ നമ്മൾ കൊന്ന് ആ യുദ്ധം നമ്മൾ ജയിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത്? മല പിടിച്ചതിന് ശേഷം പിന്നീട് നമ്മളങ്ങ് കയറി പോകാൻ തുടങ്ങി ഇന്ത്യൻ പട്ടാളം. വിത്തിൻ നോ ടൈം 2 ദിവസത്തിനകത്ത് നമ്മൾ 7-8 കിലോമീറ്റർ ആ മലയിൽ കൂടെ കവർ ചെയ്ത് പോയി. അവരുടെ പിക്കറ്റുകൾ പിടിച്ചെടുത്ത് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ നിന്ന് ഓർഡർ വരുന്നത് സീസ് ഫയർ. കാരണം പാകിസ്ഥാൻ മുട്ടുകുത്തി, ഇനി വന്നാൽ ഇവന്മാർ ലാഹോറും കയറി പിടിച്ചെടുക്കും. ആ സമയത്താണ് എപ്പോഴും പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു പണിയാണ്, പിടിച്ചെടുക്കും തോന്നിക്കഴിഞ്ഞാൽ അവർ മുട്ടുകുത്തി സറണ്ടർ. എല്ലാ സറണ്ടറും നടന്നിരുന്ന കാലമുണ്ട്. 71-ലുണ്ട്, 65-ൽ നടന്നിട്ടുണ്ട്. ഈ സമയത്തെല്ലാം സറണ്ടർ കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ വരും, എവിടെ നിന്ന് യുദ്ധം തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചു വന്നിരുന്നു. അപ്പൊ എന്തിനാ ഇത്രയും നമ്മൾ ഈ 100 കിലോമീറ്റർ അകത്തോട്ട് പോയത് പറയില്ലായിരുന്നു. പക്ഷേ അടൽജിയുടെ ഗവൺമെന്റ് പറഞ്ഞൊരു ഓർഡറുണ്ട്, നിങ്ങൾ എവിടെ നിൽക്കുന്നോ അത് നിങ്ങളുടെ മണ്ണാണ്, അവിടെ തന്നെ ഇന്ത്യയുടെ കൂടി നാട്ടിക്കൊണ്ട് തിരിച്ചങ്ങോട്ട് പറഞ്ഞേക്ക് ഭാരത് മാതാക്കി ജയ. ഇത് അടൽജി. ഇപ്പുറത്ത് ഒരു പുതിയ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഹിമാലയ എന്നൊക്കെ പറയുന്ന ആളാണ് ഈ മോദിജി. ഹിസ് സോ ടഫ്, ഹിസ് സോ സ്ട്രെയിറ്റ്, ഹിസ് സോ ക്ലിയർ. അദ്ദേഹം പറഞ്ഞ എന്താണ്? അവിടുന്ന് മക്കളെ ഒരു വെടി വന്നാൽ തിരിച്ചങ്ങോട്ട് 1000 അടിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തെരുവിളിക്കും, അതുകൊണ്ട് 1000 മിനിമം അടിക്കണം. എന്നും നിങ്ങൾക്ക് ദീപാവലിയാണ്, എത്രത്തോളം ആമിനേഷൻ വേണോ ചോദിച്ചോ, അതെല്ലാം ഡിഫൻസ് ബഡ്ജറ്റിൽ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ ആരും നിങ്ങളുടെ ബജറ്റിൽ കൈയിട്ട് വാരി കട്ടിട്ട് ബോഫോസ് പോലെ ലക്ഷക്കണക്കിന് കോടികൾ പാർട്ടിക്കാരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. ഇത് മോദിജിയുടെ ഗവൺമെന്റാണ്, ഇവിടെ കറപ്ഷൻ ഇല്ല. സോ ദാറ്റ് ഈസ് ഫോർ യു. ഇത് കണ്ട മക്കള് രാജ്യസേനയുടെ ഏതൊരുത്തനും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പറയും, യെസ് ടുഡേ ഐ ഗോട്ട് എ സ്ട്രോങ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ എന്ന് പറയാൻ. അതുകൊണ്ടാണ് മേജർ രവി എന്നുള്ള വ്യക്തി ധൈര്യമായിട്ട് ഡിസംബർ 26-ാം തീയതി ആ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇനി ഞാൻ വേറൊരുത്തന്റെ സ്റ്റേജിൽ പോവില്ല, ഇനി എന്നെ ഒരുത്തരും വിളിക്കാൻ പറ്റില്ല, കാരണം ഇന്ന് ഞാൻ BJP-ക്കാരനാണ്. അതുകൊണ്ട് ഇനി സെലിബ്രിറ്റി സ്റ്റാറ്റസിലില്ല, അത് അമ്പലത്തിനും പള്ളിയിലൊക്കെ ഓക്കെ, പക്ഷെ പാർട്ടി സ്റ്റേജിൽ എനിക്ക് കയറാൻ പറ്റില്ല, പോകുന്നില്ല. സോ ഇതുപോലൊരു പ്രൈം മിനിസ്റ്റർ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയോ, ബോഫേഴ്സിന്റെ സമയത്ത് 25 ലക്ഷം കോടിയോളം കൈക്കൂലിയായിട്ട് കോട്ടാല ഉണ്ടായിരുന്നു. അതാരാണ്? ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കോൺട്രാക്ടറും പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു ഇറ്റലി പ്രതിനിധിയും എല്ലാവരും കൂടെ ചേർന്ന്, ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ ചേർന്നിട്ട് രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് കോടികൾ ബോഫേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടാലയ്ക്ക് മാറ്റി. അത് സ്വന്തം വീട്ടിലും പാർട്ടി ഫണ്ടിലും പോയി. ഇപ്പൊ റീസെന്റ് ഈ ജനുവരി 4-ാം തീയതി ഞാൻ സ്കൂൾ ഓഫ് ആർട്ടിലറിയിൽ, അതെവിടെയാണ്? ഈ ബോഫേഴ്സ് പോലുള്ള ഗണ്ണുകൾ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ് ദേവലാലിയിൽ. അവിടെ പോയപ്പം ഞങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ മെയ്ഡ് ഗൺസ് ആൻഡ് ഫോറിൻ മെയ്ഡ് ഗൺസ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും. കമ്പ്യൂട്ടർ സിസ്റ്റം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഗണ്ണിനും റെഡിയാവാനുള്ള സമയങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ കാണിക്കും. ബോഫേഴ്സും വന്നു, അതിന്റെ കൂട്ടത്തിൽ ബോഫേഴ്സിന്റെ കമ്പാരിസൺ ആയിട്ടുള്ള ഇന്ത്യൻ ഗണ്ണും കൊണ്ടുവന്ന് ഒരേ സമയത്ത് നടത്തുന്നു. ടൈം സ്റ്റാർട്ട് 000. ഇത് റെഡി റിപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യൻ ഗൺ 40 സെക്കൻഡിൽ റെഡി ഫോർ ഫയർ. ഇപ്പുറത്ത് ഇതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ബോഫേഴ്സിന്റെ. 1 മിനിറ്റും 40 സെക്കൻഡും കഴിഞ്ഞിട്ടാണ് ബോഫേഴ്സ് റെഡി ആയിരിക്കുന്നത്. ആ സ്റ്റുഡന്റ് ഗൺ എവിടെ പോയി? അതെന്തുകൊണ്ട്? മോദിജിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടുകൾ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യൻ ഗൺ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മൾ വെക്കുകയാണ്. ഇത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ചെവിയിൽ ഒരു പത്രക്കാരും പറയും. ഞാൻ കണ്ടതാണ്. ഇങ്ങനെ എൻ്റെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത്, മോദിജി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഓരോരുത്തരുടെയും കടമയാണ് അദ്ദേഹത്തിന്റെ കൈകൾക്ക് ശക്തി പറയണം. ഇവിടെ നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഇവിടെ കൺഫ്യൂഷൻ ചെയ്യിക്കുകയാണ്. ലെഫ്റ്റിനും റൈറ്റും ഒന്നും പറയാനില്ല, അദ്ദേഹത്തിന് കറപ്ഷൻ പറയാനില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദാനി അംബാനി എന്ന് പറയും. ഇതിൻ്റെയൊക്കെ എന്താണെന്നുള്ളത് പോലും വിവരമില്ല. കാരണം രാജ്യസ്നേഹം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇവരിതിനെ കുറിച്ച് സംസാരിക്കില്ല. പിന്നെ പറയും CA ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റാൻ പോവാണ് മോദി ഗവൺമെന്റ് വന്നാൽ. BJP വർഗീയരാണ്. അങ്ങനെ BJP വർഗീയരാണെങ്കിൽ BJP ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ആദ്യമായിട്ട്
അബ്ദുൽ കലാം സാബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സന്യാസിയാണ് പ്രസിഡന്റ് ആക്കി വെച്ച്. എന്തേ നിങ്ങളുടെ കോൺഗ്രസ് ഗവൺമെന്റ് തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിന് രണ്ടാമത്തെ ടേൺ കൊടുത്തില്ല? നിങ്ങൾ ഇത്രയും വലിയ മതേതരരാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ തഴഞ്ഞു? ബിക്കോസ് ഹി വാസ് ഡിസർവിംഗ്. 2 ടേമും 3 ടേമും ഡിസർവ് ചെയ്യുന്ന അത്രയും വലിയൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു സയന്റിസ്റ്റിനെ എന്തുകൊണ്ട് കൊടുത്തില്ല? കാരണം നിങ്ങളുടെ ഈഗോ. നിങ്ങൾ പറഞ്ഞ ആളെ പ്രൈം മിനിസ്റ്റർ ആക്കിയില്ല അദ്ദേഹം. കാരണം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോളിസി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളെ ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ ആക്കാൻ പറ്റില്ല. അല്ലാതെ ഇവരാരും ഔദാര്യം കാണിച്ചതല്ല. ഇവർ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ്, ഞങ്ങളുടെ ലീഡർ വന്നിട്ട് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തു, ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർഷിപ്പ് വേണ്ട. കാരണം പിന്നീട് 10 വർഷം ഒരു ബൊമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൊണ്ട് നടന്നു. ഭരിച്ചത് മുഴുവൻ വേറെ വ്യക്തി, അമ്മയും മോനും കൂടെ ഭരിച്ചു. ഇതിന്റെ എല്ലാം എന്തുണ്ടായാലും നമ്മുടെ പണം പോയി, കടം പെരുകി. ആ കടത്തിനെ മുഴുവൻ വീട്ടിൽ കൊണ്ട് നിങ്ങളെ ആരെയും അറിയിക്കാതെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്ന വ്യക്തി.